നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ എല്ലാവർക്കും നാം ഹിദായത്ത് കൊടുക്കുമായിരുന്നു. മുത്ത് മുഹമ്മദുർ റസൂലുള്ളാഹി അവിടുത്തെ ഒരൊറ്റ നോട്ടം കൊണ്ട്, അവിടുത്തെ ഒരു സ്പർശനം കൊണ്ട് എത്ര ആളുകൾക്ക് ഹിദായത്ത് കിട്ടി, ഈമാൻ കിട്ടി. പക്ഷേ എത്ര കാലം അബൂജഹൽ കണ്ടു, എത്ര കാലം അബൂജഹൽ മുത്തുനബിനെ സ്പർശിച്ചു. ചെറുപ്പകാലം മുതൽ അബൂജഹൽ മുത്തുനബിനെ കണ്ടു തുടങ്ങിയതാ, ഈമാൻ കിട്ടിയില്ല. അബൂ ത്വാലിബിന്റെ കൂടെയാ ഹബീബ് കിടന്നുറങ്ങിയിരുന്നത്, ഈമാൻ പ്രത്യക്ഷത്തിൽ കിട്ടിയില്ല. അതേ സമയത്ത് തങ്ങളൊന്ന് തൊട്ടാൽ, അവിടെ നിന്ന് സ്പർശിച്ചാൽ, അവിടെ നിന്ന് നോക്കിയാൽ ഈമാൻ കിട്ടിയ എത്ര ആളുകളുണ്ട്. ഹബീബായ തങ്ങൾ മക്ക ഫത്ഹായതിന്റെ പിറ്റേ ദിവസം കഅബാലയത്തിൽ തവാഫ് ചെയ്യുമ്പോൾ കറുത്ത കില്ല അണിഞ്ഞ കഅബയ്ക്ക് കില്ലക്ക് ഉള്ളിൽ മറഞ്ഞു നിൽക്കുന്ന ഒരു മനുഷ്യൻ. ആരാണ് ഫളാല? എന്തിനാ ഫളാല മറഞ്ഞു നിൽക്കുന്നത്? ഹബീബിനെ പെട്ടെന്ന് തന്റെ കയ്യിലുള്ള വാളുകൊണ്ട് വെട്ടിക്കൊല്ലാനാ, വകവരുത്താനാ. ഒന്നാമത്തെ റൗണ്ട് മുത്തുനബി തവാഫ് ചെയ്തു, പക്ഷേ ഫളാലക്ക് ധൈര്യം വന്നില്ല. രണ്ടാമത്തെ ചുറ്റും വന്നു, ധൈര്യം വന്നില്ല. ഏഴാമത്തെ ചുറ്റെത്തിയപ്പോൾ ഇനി ചുറ്റുകയില്ലല്ലോ, ഇനി ചാൻസ് ഇല്ലല്ലോ. സർവധൈര്യവും സംഭരിച്ചിട്ട് ഫളാല പുറത്തേക്ക് വന്നുകൊണ്ട് റസൂലുള്ളാഹിന്റെ നേരെ വാളോങ്ങിയപ്പോൾ പേടിച്ച് വാള് താനെ വീണുപോയി. അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, എന്തേ ഫളാല? ഒന്നുമല്ല നബിയേ, ഞാൻ ദിക്റ് ചൊല്ലുകയാ, ഞാൻ ദിക്റ് ചൊല്ലിക്കൊണ്ടിരിക്കുകയാ, എണ്ണം പിടിച്ചുകൊണ്ടിരിക്കുകയാ. തന്നെയോ ഫളാല, കണ്ണടയ്ക്കൂ ഫളാല. ഹബീബായ തങ്ങളെ ശറഫാക്കപ്പെട്ട കൈകൊണ്ട് ഫളാലയുടെ നെഞ്ഞൊന്ന് തടവിയതാ. ഫളാല പറയുന്നു, 7 ആകാശങ്ങൾ ഉൾപ്പെടെ, ഈ ഭൂമി മൊത്തം ഉൾപ്പെടെ, ഈ പ്രപഞ്ചത്തിന്റെ സർവരഹസ്യങ്ങളും ആ സമയത്ത് എനിക്ക് കാണാൻ കഴിഞ്ഞു. വല്ലാത്തൊരനുഭൂതി. ഉടനെ തന്നെ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക റസൂലുള്ളാഹ്, ഷഹാദത്ത് കലിമ ചൊല്ലി മുസ്ലിമായി. ഉടനെ വീട്ടിലേക്ക് ഓടുകയാണ്. ഫളാല വീട്ടിലേക്ക് ഓടുമ്പോൾ ഫളാലക്കിന്റെ പറ്റുകാരിയായിരിക്കുന്ന ഒരു പെണ്ണ്, ഒരു ദുഷിച്ച പെണ്ണ് ഫളാലയെ വിളിക്കുന്നു. ഫളാല, വന്നോളൂ വന്നോളൂ, ഇപ്പൊ നല്ല ചാൻസ് ഉള്ള സമയമാ, മറ്റു ആളുകളൊന്നുമില്ല. മഹാനായ ഫളാല പറയുന്നു, അതൊക്കെ എന്നോ മാറിപ്പോയി, ഇനി അത്തരം ചിന്തയില്ല, ഒരു തെറ്റിലേക്കും ചിന്തയില്ല, ഒരു ദോഷവും ചിന്തയില്ല. നിമിഷ നേരം തങ്ങളൊന്ന് സ്പർശിച്ചത് കൊണ്ട് ഫളാലയിൽ വന്ന മാറ്റമാ. ഇങ്ങനെ അല്ലാഹുവിന്റെ റസൂൽ എത്ര ആളുകൾക്ക് ഹിദായത്ത് കൊടുത്തിട്ടുണ്ട്. സുമാമത്തുൽ യമാമക്ക് ഹിദായത്ത് കിട്ടിയില്ലേ? റസൂലുള്ളാഹിന്റെ പള്ളിയിൽ വന്ന് നിന്നതല്ലേ? ഹബീബായ തങ്ങളൊന്ന് നോക്കിയതല്ലേ? ഇങ്ങനെ എത്ര ആളുകളാ. വലൗ ശിഇനാ ലാതൈനാ കുല്ല നഫ്സിൻ ഹുദാഹാ, എല്ലാവർക്കും നാം ഹിദായത്ത് കൊടുക്കുമായിരുന്നു, എല്ലാവർക്കും ഈമാൻ കൊടുക്കുമായിരുന്നു, എല്ലാവരും നിസ്കരിക്കുന്നവരാകുമായിരുന്നു, എല്ലാവരും അല്ലാഹുവിന് ശുക്ർ ചെയ്യുന്നവരാകുമായിരുന്നു. റബ്ബിനെ പറ്റി വിശ്വസിക്കുന്ന, റബ്ബിനെ പറ്റി പറയുന്ന, റബ്ബിനെ ഭയപ്പെടുന്ന, റബ്ബിന് നന്ദി ചെയ്യുന്ന അടിമകളാക്കാൻ എനിക്ക് കഴിയും.
കഴിയുമായിരുന്നു. ആഖിർ സമാനിലെ മക്കളെ, എന്റെ പ്രഭാഷണം കഴിഞ്ഞ് എഴുന്നേറ്റ് പോകുമ്പോ നിങ്ങളെ മാർക്ക് വേണ്ട, നിങ്ങളെ കാർഡ് വേണ്ട, ഇതൊന്ന് കേട്ടുപോയിക്കോ. വലാകിൻ ഹഖൽ ഖൗലു മിന്നി, നമ്മുടെ ഒരു വാക്ക് ബന്ധപ്പെട്ടിട്ടുണ്ട്, ഒരു വാക്ക് തീർത്തും സത്യമായി പുലർന്നിട്ടുണ്ട്. റബ്ബ് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. അതെന്താണെന്നറിയോ? ലഅംല അന്ന ജഹന്നമ മിനൽ ജിന്നതി വന്നാസി അജ്മഈൻ. ഈ ജഹന്നമ നിറക്കുന്നതാ, ഈ ജഹന്നമ എന്ന നരകം റബ്ബിന്റെ ശിക്ഷയുടെ വീട്. ഇത് നിറച്ചു തരാം, നിന്റെ വയറു നിറച്ചു തരാം, മനുഷ്യരെ കൊണ്ട് നിറച്ചു തരാം, ജിന്നുകളെ കൊണ്ട് നിറച്ചു തരാം എന്നൊരു വാക്ക് നമ്മള് പറഞ്ഞിട്ടുണ്ട്. ആ വാക്കിന് മാറ്റമില്ല. അതുകൊണ്ട് തന്നെ വലഖദ് ദറഇനാ ലിജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസി, കോടിക്കണക്കിന് ആളുകളെ ജഹന്നമിന് വേണ്ടി മാത്രം പടച്ചതാ. ജിന്നുകളെ ജഹന്നമിന് വേണ്ടി പടച്ചതാണ്. അല്ലാഹ് റമദാനായിട്ട് മാറ്റം വരാത്തവർ, 40 വയസ്സായിട്ട് മാറ്റം വരാത്തവർ, 40 വയസ്സായിട്ടും കള്ളു കുടിക്കുന്നവർ, 40 വയസ്സായിട്ടും നിസ്കാരം കളാക്കുന്നവർ, പള്ളിയിൽ ജമാഅത്തിന് പങ്കെടുക്കണമെന്ന് ചിന്തിക്കാത്തവർ, ഹറാമിനെ തൊട്ട് വിട്ടു നിൽക്കാത്തവർ, അല്ലാഹ് 40 വയസ്സായിട്ടും ബോധം വരാത്ത എത്ര ഉപ്പമാരുണ്ട്, എത്ര മുഅ്മിനീങ്ങളുണ്ട്, എത്ര ഉമ്മമാരുണ്ട്. പിണങ്ങി നിൽക്കുന്നവരുണ്ട്, പലിശ വാങ്ങുന്നവരുണ്ട്, പലിശ കൊടുക്കുന്നവരുണ്ട്, മാതാപിതാക്കളെ വെറുപ്പിക്കുന്നവരുണ്ട്, അവരെ ബുദ്ധിമുട്ടിക്കുന്നവരുണ്ട്, പഴിക്കുന്നവരുണ്ട്, ചീത്ത പറയുന്നവരുണ്ട്. അല്ലാഹ് അവര് മനസ്സിലാക്കുക, അല്ലാഹ് ഞങ്ങളെ പടച്ചത് ഈ ജഹന്നമൊന്ന് നിറക്കാനാ, ജഹന്നമിന് വേണ്ടി പടച്ചതാ. അതുകൊണ്ടാണ് മാറ്റം വരാത്തത്, അതുകൊണ്ടാ ചിന്ത വരാത്തത്, അതുകൊണ്ടാ തൗബ ചെയ്യാത്തത്, അതുകൊണ്ടാ വഅദ് കേൾക്കാത്തത്, അതുകൊണ്ടാ ഖുർആൻ ഓതാത്തത്, അതുകൊണ്ടാ പള്ളിയിൽ വരാത്തത്, അതുകൊണ്ടാ സൃഷ്ടിച്ച റബ്ബിനെ പറ്റി ചിന്ത വരാത്തത് എന്ന് തിരിച്ചറിയുക. മുഹമ്മദുർ റസൂലുള്ളാഹ്. 40 വയസ്സായിട്ട് മാറ്റം വരാത്ത മനുഷ്യൻ, നിങ്ങൾ സാധാരണ കേൾക്കണല്ല. 40 വയസ്സിന്റെ മുമ്പ് മനുഷ്യൻ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾക്ക് പ്രതിഫലം കൂടുതലാണ്. 40 വയസ്സിന്റെ മുൻപ് ചെയ്യുന്ന തെറ്റുകൾക്ക് ആപേക്ഷികമായിട്ട് ശിക്ഷയ്ക്ക് ഇളവാണ്. 40 വയസ്സിന് ശേഷം മനുഷ്യൻ ചെയ്യുന്ന തെറ്റുകൾക്ക് ശിക്ഷ കൂടുതലാണ്. മനുഷ്യൻ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾക്ക് പ്രതിഫലം കുറവാണ്. 40 വയസ്സായ മനുഷ്യനൊക്കെ നന്നാവണ്ട. 40 വയസ്സായിട്ട് മാറ്റം വരാത്ത ആരെങ്കിലും നിങ്ങളെ കൂട്ടത്തിലുണ്ടോ? സ്ത്രീകളെ കൂട്ടത്തിലുണ്ടോ? പുരുഷന്മാരെ കൂട്ടത്തിലുണ്ടോ? അവൻ തിരിച്ചറിയണം, അള്ളാഹു നരകത്തിന് വേണ്ടി പടച്ചതാണ്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ.